113 സങ്കീർത്തനം 9 വാക്യം. ദൈവം വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കും. സന്തോഷമെല്ലാം നഷ്ടപ്പെട്ട അനുഭവത്തിൽ, മച്ചി എന്ന് നിന്ദിക്കപ്പെടുന്ന സാഹചര്യത്തിൽ, എല്ലാവരാലും ഒതുക്കപ്പെട്ട് ദുഃഖം നിറഞ്ഞ അനുഭവത്തിൽ തളരാതെ പതറാതെ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. വയസ്സിൽ ചെന്നവരായിരുന്നു അബ്രഹാമും സാറയും. അവർ ദൈവത്തിൽ വിശ്വസിച്ചു. കുറവുള്ളവരും ബലഹീനരുമായ അവർ ബലഹീനതയിൽ ശക്തി പ്രാപിക്കുവാനിടയായി. നിർജീവമായ അവയവങ്ങൾ ജീവിപ്പിക്കപ്പെടുവാനിടയായി. അവരുടെ സന്തതി ഇസഹാക്കിന്റെ ജീവിതത്തിലും ഭാര്യയ്ക്ക് പ്രസവിക്കുവാനുള്ള ശേഷിയില്ലാതെ അവളും മച്ചിയായി. ഇസഹാക്ക് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ അവളുടെ ഗർഭത്തെ തുറന്നു. ഭാര്യയ്ക്കാണോ ഭർത്താവിനാണോ ആർക്കാണോ കുറവുള്ളത്, പരസ്പരം കുറ്റപ്പെടുത്താതെ കുറവുകൾ പരിഹരിക്കുവാൻ കഴിവുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കും. തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് തലമുറ നൽകി അനുഗ്രഹിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. അബ്രഹാമിന്റെ സന്തതി ഇസഹാക്ക് പ്രാർത്ഥനയിലൂടെ നേടുവാനിടയായി. ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവപ്രവർത്തികൾ യാക്കോബിന്റെ ജീവിതത്തിൽ റാഹേൽ മച്ചിയായിരുന്നു. എന്നാൽ റാഹേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പ്രാർത്ഥന കേട്ട് കാത്തിരുന്ന് ക്ഷീണിച്ച ആ വീട്ടിൽ രക്ഷയ്ക്കു വേണ്ടി, ഉദ്ധാരണത്തിനു വേണ്ടി അഭിമാനമായിട്ട് ദർശകനായ യോസേഫിനെ ദൈവം നൽകുവാൻ. ശിംശോന്റെ മാതാപിതാക്കളോട് ദൈവം മുന്നറിയിപ്പായി നൽകിയത് മാതാപിതാക്കൾ വളരെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ജനിക്കാനിരിക്കുന്ന ശിംശോനും വിശുദ്ധിയോടെ ജീവിക്കേണ്ടത് ആവശ്യമാണ്. മുൻകൂട്ടി സൂക്ഷിച്ച് ജീവിതത്തെ സൂക്ഷിക്കണം എന്ന് ഒരു മുന്നറിയിപ്പ് നൽകപ്പെട്ട് ജീവിതം സൂക്ഷിച്ചതിൻ്റെ ഫലമായി പ്രാപിക്കപ്പെടുവാനുണ്ട്. മക്കളെ കോപം നൽകുന്ന അവകാശമാണ്. ഉദരഫലം ദൈവം തരുന്ന പ്രതിഫലമാണ്. യഹോവയെ തന്നെ സേവിച്ചാൽ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. രോഗങ്ങളെ നിങ്ങളുടെ നടുവിൽ നിന്ന് നീക്കിക്കളയും. മച്ചിയായവൾ ഗർഭം അലസിപ്പോകുന്ന അനുഭവം നിങ്ങളുടെ ദേശത്തുണ്ടാകുകയില്ല എന്ന് ദൈവം പറയും. ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിച്ചാൽ, ദൈവത്തെ ആരാധിച്ചാൽ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്താൽ സന്തതിയെ ദൈവം ദാനമായി, അവകാശമായി, പ്രതിഫലമായി നൽകി അനുഗ്രഹിക്കും. സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവീൻ എന്നാണ് ആദാമിനോടും ഹവ്വയോടും നോഹയോടും കുടുംബത്തോടും ദൈവം അനുഗ്രഹം ചൊരിഞ്ഞത്. സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പുതിയ നിയമത്തിലും അനേക നാളുകളുടെ പ്രാർത്ഥനയും കാത്തിരിപ്പിൻ്റെയും ഫലമായി നീതിയോടെ നിഷ്കളങ്കതയോടെ വചനമനുസരിച്ച് ജീവിച്ച സകലിയാവിനും എലിശബത്തിനും ദൈവം യോഹന്നാന് ദാനമായി കൊടുക്കും. അങ്ങനെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അടമേറിയ ശക്തമേറിയ ഒരു വചനഭാഗമാണ് നാം വായിച്ച് കേട്ടത്. ദൈവം വീട്ടിൽ മച്ചിയായവരെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കും. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, പ്രാർത്ഥനയോടെ പരസ്പരം കുറ്റപ്പെടുത്താതെ കുറവുകൾ പരിഹരിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് തന്നെത്താൻ സൂക്ഷിച്ച് ശുദ്ധീകരണത്തോടെ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുക. ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ.